കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വാർത്തയായൊരു സംഭവമാണ്. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൂടെ ഇരുന്ന കൃഷി വകുപ്പ് സെക്രട്ടറി ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹം KM ബഷീർ എന്ന മാധ്യമപ്രവർത്തകന്റെ കൊലപാതകയാണ്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വാർത്താസമ്മേളനം നടത്താൻ പറ്റില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ആവശ്യപ്പെടുകയും ചില മാധ്യമപ്രവർത്തകർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ഒടുവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിപ്പോയി. നേരത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പി പ്രസാദ് എന്ന കൃഷിമന്ത്രിയുമായി ചേർന്ന്, ഇപ്പോഴും അദ്ദേഹം ചേർത്തലയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, പി പ്രസാദുമായി ചേർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ നിരവധി വാർത്താ സമ്മേളനങ്ങളും ഇതുപോലെയുള്ള ബ്രീഫിങ്ങുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു വിഷം ഇവിടെ ചില മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ തോന്നിയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ചും റിപ്പോർട്ടർ TVയിലെ റോഷിപാൽ എന്ന മാധ്യമപ്രവർത്തകനാണ് ഈ വാദം ആദ്യം ഉന്നയിച്ചത് എന്ന് പറയപ്പെടുന്നു. റോഷിപാൽ റിപ്പോർട്ടർ TVയുടെ വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇതിനു മുൻപ് പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകനെ ഇല്ലാതാക്കിയ വ്യക്തി അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റു കാര്യങ്ങൾ സംസാരിക്കാനും കൃഷിമന്ത്രി ടി സിദ്ദിഖുമായി ഇടപെടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ്. എന്തായാലും ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിപ്പോയി, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പക്ഷേ റോഷിപാൽ അദ്ദേഹം ഒരു കാര്യം ചിന്തിക്കണം. അദ്ദേഹം ജോലി ചെയ്യുന്ന റിപ്പോർട്ടർ TV എന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളായ ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ എത്ര കേസുകളുണ്ട്, എന്തൊക്കെ കുറ്റാരോപണങ്ങളാണ് അവർക്കെതിരെ വന്നിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസ്, കോടികളുടെ മരം പാവപ്പെട്ട കർഷകരെ പറ്റിച്ച് കള്ളരേഖയുണ്ടാക്കി കോടികളുടെ നമ്മുടെ വനമേഖലയിലെ ആ ഒരു സമ്പത്താണ് വെട്ടി വിറ്റ് മറിച്ച് വിൽക്കാൻ ശ്രമിച്ചത്. അതിനെതിരെ കേസുണ്ട്. ഏതാണ്ട് 40-50 കേസുകൾ ഈ ആൻഡോ അഗസ്റ്റിനും കൂട്ടർക്കുമൊക്കെ എതിരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, മാംഗോ ഫോൺ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു, മെസ്സി വരും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. അദ്ദേഹം ഇത്തരം പറ്റിപ്പുകൾ നടത്താൻ വേണ്ടി ഒരു മാധ്യമം നടത്തിക്കൊണ്ടു പോവുകയാണ് എന്ന് വരെ പറയപ്പെടുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട്, ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് ഇത്തരം ആരോപണങ്ങൾ KM ബഷീറിനെ മറയാക്കി ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നമ്മളും ചോദിക്കുന്നു, അത്തരം ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. ഈ KM ബഷീർ വധക്കേസിൽ അല്ലെങ്കിൽ വണ്ടിയിടിച്ച് അദ്ദേഹം മരിച്ച കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. കോടതി തെളിഞ്ഞിട്ടില്ല, കേസ് നടക്കുകയാണ്. കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, വെറുതെ വിട്ടിട്ടില്ല. കേസ് നടക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതി കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ പിന്നെ ഇത്തരമൊരു വാദം ഉന്നയിച്ച് ഷോ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ഇത് കാണുന്ന ആരായാലും ചോദിച്ചു പോകും. മാത്രമല്ല, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ റോഷിപാലിനും കൂട്ടർക്കും അല്ലെങ്കിൽ റിപ്പോർട്ടർ TVക്കും കൂട്ടർക്കും ഇതൊന്നും ബാധകമല്ലായിരുന്നു. ഇപ്പോൾ UDF ഭരിക്കുമ്പോൾ ടി സിദ്ദിഖ് കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ കൂടെ ഇദ്ദേഹം വന്നിരുന്നാൽ, ശ്രീറാം വെങ്കിട്ടരാമൻ വന്നിരുന്നാൽ എന്താണ് ഇത്ര അസഹിഷ്ണുത, എന്താണ് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്തത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരേണ്ടതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. ഇത് ഇരട്ടത്താപ്പല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരുതരം സർക്കസ് അല്ലേ? റിപ്പോർട്ടർ TV പിണറായി വിജയനെ ജയിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് പാടുപെട്ട ഒരു മാധ്യമമാണ്. പിണറായി വിജയൻ അനുകൂലമായിട്ട് ഒരുപാട് സ്റ്റോറികൾ, അത് തോൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ആ മെയ് മാസം 4-ാം തീയതി വൈകുന്നേരം വരെയും പിണറായി തന്നെ ജയിക്കും, LDF തന്നെ ജയിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പോർട്ടർ TV അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ മുതലാളി ആൻഡോ അഗസ്റ്റിനും കൂട്ടരും ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉടൻ തന്നെ ഒരു വിഷയമുണ്ടാക്കിയത്, ഒരു പ്രശ്നമുണ്ടാക്കിയത് എന്തിനാണ്? ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമധർമ്മത്തിന് ചേരുന്ന പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇതിപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട് ഈ വിഷയത്തിൽ. ഈ ഇരട്ടത്താപ്പ് നയം, അതുപോലെ തന്നെ ഈ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാർ ഇത്രയും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ട് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ആളെ ഇത്തരത്തിൽ, അതായത് നീയിട്ട് കഴിഞ്ഞാൽ കളസം, ഞാനിട്ട് കഴിഞ്ഞാൽ ബർമുഡ എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പ്, സാമൂഹ്യമായ രാഷ്ട്രീയമായ ഇരട്ടത്താപ്പ് റോഷിപാലിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ നമുക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. നമ്മളൊക്കെ കാലങ്ങളായി മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരാണ്, നമുക്കറിയുകയും ചെയ്യാം ഇവരെയൊക്കെ തന്നെ. പക്ഷേ ഇത്തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്നുള്ള, അതായത് ഒരു ആത്മവിമർശനം നടത്തിയതിനു ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും റോഷിപാലിനും റിപ്പോർട്ടർ TVക്കും റോഷിപാലിനെ പിന്തുണച്ച മറ്റ് മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ അഭികാമ്യം എന്ന് തോന്നുന്നു.